കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15 1 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിൻ്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവന് സസുഖം കിട്ടിയതുകൊണ്ട് നിൻ്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിൻ്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിൻ്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2 വായനകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു എൻസിക്ലിക്കൽ, ഒരു ചാക്രിക ലേഖനം, ദിവസ് ഇൻ
മിസ്സെരിക്കോദിയ. ഇനി അത് ആസ്പദമാക്കിയിരിക്കുന്നത് ലൂക്ക 15 അധ്യായം 11 മുതലുള്ള വചനങ്ങളെ നമ്മളിപ്പോൾ വായിച്ചു കേട്ടതാണ്. ധൂർത്തപുത്രൻ്റെ ഉപമ ഇതിനെ ആസ്പദമാക്കിയാണ് അദ്ദേഹം ഈ ശാക്രീയ ലേഖനം എഴുതിയിരിക്കുന്നത്. ഇനി അതിൻ്റെ അർത്ഥം ദിവസ് ഇൻ മിസ്സെരിക്കോദിയ. കഴിഞ്ഞ വിഭൂതി ബുധനാഴ്ച തുടങ്ങി ഞാൻ ഈ ഒരു വിഷയം ആസ്പദമാക്കി എല്ലാ ദിവസവും നമുക്കൊരു ധ്യാനചിന്ത ലഭിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അർത്ഥം റിച്ച് ഇൻ മേഴ്സി. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവം കരുണയാൽ സമ്പന്നം. അതിന് അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു അധ്യായമാണ് ലൂക്ക 15 ധൂർത്തപുത്രൻ്റെ ഉപമ. ഇവിടെ നമ്മൾ ഈ ധ്യാനചിന്ത ദുഃഖവെള്ളിയാഴ്ച വരെ തുടരും. പിന്നെ ദുഃഖവെള്ളിയാഴ്ച തുടങ്ങി ഈസ്റ്ററിൻ്റെ പിറ്റേ ഞായറാഴ്ച അന്നാണ് നമുക്ക് ഡിവൈൻ മേഴ്സി സൺഡേ. അതും സ്ഥാപിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അപ്പം അതിനു മുമ്പ് 9 ദിവസത്തെ നൊവേനയിലൂടെ അതുപോലെ തന്നെ ധ്യാനചിന്തയിലൂടെ നമ്മൾ ഒരുങ്ങി പുതുഞായർ നമുക്ക് ഈ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിക്കാവുന്നതാണ്. 3 വ്യക്തികളെ നമ്മൾ ഇന്ന് കാണുകയുണ്ടായി, പ്രത്യേകിച്ച് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്. ഒന്ന് ധൂർത്തപുത്രൻ്റെ പിതാവ്, രണ്ടാമത്തേത് ധൂർത്തപുത്രൻ, മൂന്നാമത്തെ വ്യക്തിയാണ് ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ. 3 ഗണം ആളുകളെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒന്നാമത്തെ ഗണം നമുക്കറിയാം, ധൂർത്തപുത്രൻ്റെ പിതാവ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രതിനിധാനം ചെയ്യുന്നത് പിതാവായ ദൈവത്തെയാണ്. പിതാവായ ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് ധൂർത്തപുത്രൻ്റെ പിതാവിനെ കാണാൻ പറ്റും. കരുണയിൽ സ്നേഹത്തിൽ ധൂർത്തനായ ഒരു പിതാവ്. ഈ കാരുണ്യം നമുക്കൊക്കെ വേണമെങ്കിൽ പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ യേശു പഠിപ്പിച്ചൊരു കാര്യമാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും വലിയ അർഹത ലഭിക്കും ദൈവകരുണയ്ക്ക്. അനുദപിച്ച് പിതാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട് അവിടുത്തെ പക്കലേക്കൊന്ന് തിരിഞ്ഞാൽ മാത്രം മതി. ഈ കരുണ അവർക്ക് ലഭിക്കും എന്നുള്ളത് യേശു തന്നെ വെളിപ്പെടുത്തിയ ഒരു കാര്യമാണ്. വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ, ഇവർ രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ കൂടെയുണ്ട്. ധൂർത്തപുത്രൻ നമുക്കറിയാം, തെറ്റുപറ്റി പക്ഷേ അനുദപിച്ച് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിച്ച ഒരു വ്യക്തിയാണ്. അവന് സുബോധമുണ്ടായി. അതുകൊണ്ട് അവൻ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നു. അവിടെ ചെന്നിട്ട് തൻ്റെ പാപം ഏറ്റുപറഞ്ഞ്, അവിടുത്തെ മകനായി ജീവിക്കാനുള്ള യോഗ്യത എനിക്കില്ല, അതുകൊണ്ട് ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കണമേ. ഇതുപോലെ തെറ്റുപറ്റിയാൽ അത് അംഗീകരിച്ച് അനുദപിച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് തിരികെ വരുന്നവരെ കാണാൻ പറ്റും. വേറെ ചിലരുണ്ട്, എത്ര തെറ്റ് പറ്റിയാലും ഐ എം സോറി എന്ന് പറയാൻ അവർക്ക് പറ്റില്ല. അത് അഹങ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തെറ്റ് പറ്റിയാൽ അത് അംഗീകരിച്ച് അനുദപിക്കാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതാണ് ധൂർത്തപുത്രനിലൂടെ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ലൂക്ക 15:7 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമാണ്, അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. നമ്മൾ ശരിക്കും അനുദപിച്ചാൽ ദൈവകരുണയുടെ ലക്ഷ്യം പോലും ഈ അനുതാപമാണ് എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ ധ്യാനചിന്ത അതാണ്. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവകരുണയുടെ ലക്ഷ്യം നമ്മുടെ അനുതാപമാണ്. അനുദപിച്ചാൽ ഏത് പാപിക്കും ദൈവത്തിൻ്റെ കരുണയ്ക്കുള്ള യോഗ്യത ലഭിക്കുന്നു എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു പാപം, ഒത്തിരി പേര് ഈ ഗണത്തിൽപ്പെടുന്നത് കാണാൻ പറ്റും. ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ്റെ പാപം. പലർക്കും തോന്നിയേക്കാം, അവൻ അപ്പൻ്റെ അടുത്തുനിന്ന് വീട് വിട്ടു പോയില്ല, അവന് എങ്ങോട്ടെങ്കിലും ഇങ്ങനെ ഇറങ്ങി പോയ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഇനി അവൻ അപ്പൻ്റെ കൽപ്പനകളൊന്നും ലംഘിച്ചിട്ടില്ല. ഇതെല്ലാം നമ്മളിന്ന് വായിച്ചു കേട്ട കാര്യമാണ്.
ഇത്ര അവസ്ഥയുണ്ടെങ്കിൽ ഒരുപാട് വ്യക്തികൾക്ക് ഇന്ന് ഈ ഒരു ചിന്ത വരും, എനിക്കെന്താ കുഴപ്പം, എന്നിലെവിടെയാ പാപം? കാരണം ഞാൻ അപ്പൻ്റെ ഭവനം വിട്ട് പോയിട്ടില്ല, ഞാൻ അപ്പൻ്റെ കൽപ്പനകളൊന്നും ലംഘിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്കെന്ത് പാപം? ഇങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. ഇങ്ങനെയുള്ള ചിന്താഗതിക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന, പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠ സഹോദരൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, വചന വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് പാപമില്ലെന്ന്? 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 8-9 വചനങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് പാപമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ആത്മവഞ്ചന ചെയ്യുന്നവനായിട്ട് മാറും, എന്നിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ കാരുണ്യവാനും വിശ്വസ്തനുമാകയാൽ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് നമ്മളോട് കരുണ കാണിക്കും. അതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ഏറ്റുപറച്ചിൽ, ഈ ഒരു അനുതാപം. റോമാലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ 10 മുതൽ 12 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആരും നീതിമാനായിട്ടില്ല, നമ്മളെല്ലാവരും ഒന്നടങ്കം പാപം ചെയ്തവരാണ്, തെറ്റുപറ്റിയവരാണ്. പറയുണ്ട്, ദൈവത്തിൻ്റെ കരുണയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എങ്കിൽ ആ കാരുണ്യം പ്രാപിച്ച നമ്മിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുക, സഹജീവികളോട് കരുണ കാണിക്കുക. യാക്കോബ് 2:13 പറഞ്ഞിട്ടുണ്ട്, കാരുണ്യരഹിതമായി വിധിക്കുന്നവർക്ക് കാരുണ്യരഹിതമായ വിധി ഉണ്ടാവും. മത്തായിയുടെ സുവിശേഷം 18:33 വായിച്ചാൽ അവിടെ കർത്താവ് തന്നെ ചോദിച്ചൊരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ സഹജീവികളോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 6:31 വായിച്ചാൽ അവിടെയും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ അങ്ങനെ മറ്റുള്ളവരോട് പെരുമാറുവിൻ. പറയുണ്ട്, ദൈവത്തിൻ്റെ കരുണയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പറയാണ്, മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന വ്യക്തികളായിട്ട് നിങ്ങൾ മാറണം. ഈ ഒരു കാര്യത്തിലാണ് ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ പരാജയപ്പെട്ടത്. ധൂർത്തപുത്രൻ തൻ്റെ സഹോദരൻ തിരിച്ചു വന്നെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ കോപിതനായി. സന്തോഷിക്കുകയല്ല ചെയ്തത്, അവനെ നയിച്ചത് കോപത്തിലേക്കാണ്. എന്നിട്ട് അവൻ ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ അവിടെ പറയുന്നത് കാണാൻ പറ്റും, ഒരുപാട് പരാതി പരിഭവങ്ങൾ അവിടെ പറയുന്നത് കാണാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിൽ, ഒരു വ്യക്തിയുടെ രക്ഷയിൽ സന്തോഷിക്കാൻ പറ്റാതെ പോയൊരു വ്യക്തിയാണ് ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ. ഈ രീതിയിൽ ചിന്തിച്ചാൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പാപം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചെന്ന് വരും. ഇത് നമ്മളൊക്കെ ഏറ്റുപറയേണ്ട ഒരു പാപമാണ്. ഫുൾട്ടൻ ഷീൻ, നല്ല ലോകപ്രശസ്തനായൊരു വ്യക്തി, നല്ല വിശുദ്ധ ജീവിതം നയിച്ച ഒരു വ്യക്തി, അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, എന്നെ മരണാനന്തരം അതിശയിപ്പിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്വർഗത്തിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ച പലരും അവിടെ ഇല്ല, അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നവനാണ് ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠൻ. രണ്ടാമത്തെ കാര്യം, സ്വർഗത്തിൽ കാണില്ലെന്ന് ഞാൻ വിചാരിച്ച പലരും അവിടെ എത്തിയിരിക്കുന്നു, അവരെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് ധൂർത്തപുത്രൻ. മൂന്നാമതൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം കൊണ്ട് ഞാൻ സ്വർഗത്തിലെത്തി. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം എന്നതിനേക്കാൾ ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ളത്. ഇത് നമ്മൾ ധ്യാനിച്ച് ദൈവകരുണയുടെ അഭിഷേകം നമ്മൾ പ്രാപിക്കേണ്ടത്. മാത്രമല്ല, ഇതിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് കരുണ ലഭിക്കും. അതുപോലെ നമ്മളിലൂടെ ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മിലെ പാപം തിരിച്ചറിഞ്ഞ് അത് അംഗീകരിച്ച് അനുദപിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഗണത്തിൽപ്പെടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. മറ്റുള്ളവരുടെ പാപം കണ്ടെത്തി അത് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപം തിരിച്ചറിഞ്ഞ് അനുദപിച്ചാൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകും. ഈ ഒരു കാഴ്ചപ്പാടിൽ മുമ്പോട്ട് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.